എഫ്ഐആറിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഈ കരൂരിൽ വേദിയിലേക്ക് എത്തുന്നത് വിജയ് മനഃപൂർവ്വം വൈകിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ ഈ വൈകിയതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചൊരു സാഹചര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ അടക്കമാണോ എഫ്ഐആറിൽ പറയുന്നത്? എന്താണ് വിശദാംശങ്ങൾ? കരൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് അന്ന് ഈ 41 പേർ മരിച്ച ദുരന്തത്തിനിടയ്ക്ക് സംഭവവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ എഫ്ഐആറിൽ 3 പേരെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒരിടത്ത് പോലും വിജയെ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം നിലവിൽ പോലീസ് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അതിനിടയിലാണ് എഫ്ഐആറിലടക്കം വിജയ് പരിപാടിക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടടക്കമുള്ള ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി എഫ്ഐആറിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ റിപ്പോർട്ടിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, കരൂരിലെ വേദിയിലേക്ക് വിജയ് എത്തുന്നതിന് വേണ്ടി അവിടുത്തെ സംഘാടകരടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്നുള്ള കാരണമാണ്. അഥവാ 4 മണിക്കൂറോളം ഇത്തരത്തിൽ വിജയ് വേദിയിലേക്ക് എത്താൻ വൈകാൻ കാരണം അവിടുത്തെ സംഘാടകർ തന്നെയാണെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എഫ്ഐആറിലുള്ളത്. അതിന് കാരണമായി പറയുന്നത് വലിയ തോതിൽ ആൾക്കൂട്ടം എത്താനും ഈ 2 റോഡുകളിൽ പരമാവധി ആളുകൾ തിങ്ങി വിഷ്വലി തന്നെ ഗംഭീരമാവാൻ പരമാവധി ആൾക്കൂട്ടം ഉണ്ട് എന്നുള്ള ദൃശ്യങ്ങൾ തോന്നിപ്പിക്കാൻ വേണ്ടി വിധത്തിൽ ആളുകളെ പരമാവധി കൂട്ടമായി ലഭിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം അത്തരത്തിൽ വൈകിപ്പിച്ചു. വിജയ് വേദിയിലേക്ക് എത്തുന്നതിന് 4 മണിക്കൂർ വരെ വൈകിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എഫ്ഐആറിലുള്ളത്. അതിനോടൊപ്പം തന്നെ പരിപാടികൾ നിബന്ധനകളിൽ ഏറ്റവും ഒന്ന് വിജയ് വരുന്നിടങ്ങളിൽ എവിടെയും തന്നെ സ്വീകരണം പാടില്ല എന്നുള്ളതായിരുന്നു പോലീസ് നിർദ്ദേശം. ഇത് മറികടന്നുകൊണ്ട് പലയിടങ്ങളിലും വിജയ്ക്ക് സ്വീകരണം ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതെല്ലാം തന്നെ സമയക്രമവും അതുപോലെ തന്നെ പോലീസിന് ആളുകളെ നിയന്ത്രിക്കുന്നതിന് തടസ്സമായി. മറ്റൊന്ന്, പരിപാടിക്കിടെ 11ഓളം പേർ അവിടെ തന്നെ ബോധരഹിതരായി വീണ് അവിടെ തന്നെ മരിച്ചു വീണു എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ പോലീസിന്റെ എഫ്ഐആറിലുള്ളത്. മാത്രമല്ല ആവശ്യത്തിന് വെള്ളമോ മെഡിക്കൽ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലുണ്ട്. പൊതുജനങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും തുടർച്ചയായി ആളുകൾ ബോധക്ഷയം അനുഭവിച്ച് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതുമാണ് പോലീസ് എഫ്ഐആറിലുള്ളത്. ശ്രുതി. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ. ഓക്കെ അഷ്കർ, തുടരുക. അഷ്കർ, ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളമോ മെഡിക്കൽ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പറയുന്നുണ്ട്. നമുക്കറിയാം, അന്നത്തെ ദിവസം രാവിലെ മുതൽ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയായിരുന്നു. വിജയെ കാണുന്നതിനായിട്ട് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പരിപാടിയെങ്കിലും രാവിലെ മുതൽ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. നിർജ്ജലീകരണം അടക്കം സംഭവിച്ചുള്ള മരണമാണെന്ന് ആ ഘട്ടത്തിൽ തന്നെ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളല്ലേ ഇതിൽ വ്യക്തമാക്കുന്നത്? എഫ്ഐആറിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ഈ സംഘാടക പിഴവുകൾ വലിയതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്ന മറ്റൊന്ന് എന്താ വെച്ചാൽ TVKയുടെ വളണ്ടിയർമാർ അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരൊക്കെ തന്നെ പല TVKയുടെ പ്രവർത്തകരെയും അവിടെയുള്ള മരങ്ങളിൽ കയറ്റിയിരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ആ മരങ്ങളിൽ കയറി പ്രവർത്തകരെ താഴെ ഇറക്കാനോ ഒന്നും തന്നെ സംഘാടകർ ശ്രമിച്ചില്ല. അതാണ് പിന്നീട് മറ്റൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. ആ മരക്കൊമ്പുകൾ പൊട്ടിവീണ് പ്രവർത്തകർ താഴെ വീണതിനൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് മരങ്ങൾ പൊട്ടിവീണതൊക്കെ നമുക്ക് ഇപ്പോഴും അവിടെ ചെന്നാൽ കാണാവുന്ന കാഴ്ചയാണ്. ഈ വേലുസ്വാമിപുരത്ത് ഈ വേദിക്ക് ഈ റോഡിന് ചേർന്നുള്ള പല മരക്കൊമ്പുകളിലും വലിയ തോതിൽ പ്രവർത്തകർ സംഘടിച്ച് കയറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു ഗുരുതര വീഴ്ചയായിക്കൊണ്ട് തന്നെ പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ വിജയ് ഈ വേലുസ്വാമിപുരത്തുള്ള ഈ കരൂരിലെ വേദിയിലേക്ക് എത്തുന്ന സമയത്ത് തെറ്റായ റൂട്ടിലൂടെ മുനിയപ്പൻ ടെമ്പിൾ ജംഗ്ഷന് സമീപം അല്പദൂരം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തന്നെ വിജയ വേദിയിലേക്ക് എത്തിക്കുന്നതിന് 4 മണിക്കൂർ വരെ സമയം വൈകിപ്പിക്കുന്നതിന് മനഃപൂർവ്വമായി അവിടുത്തെ സംഘാടകർ ചെയ്തതാണ് എന്നാണ് പോലീസ് എഫ്ഐആർ പറയുന്നത്. അത്തരം സംഘാടകർ നീക്കങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വീഴ്ചയായി ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി എന്നതാണ് എഫ്ഐആറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനഃപൂർവ്വമുള്ള നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരം വീഴ്ചകൾ തന്നെയാണ് അതിന് കാരണമായി പോലീസ് പറയുന്നതും. വ്യക്തമാണ്. അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.